ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. എല്ലാവർക്കും ഗുരുവായൂർ മഞ്ജരീസിന്റെ സ്കന്ദപുരാണത്തിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. നമുക്ക് ഇന്ന് എളുപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലേറ്റായി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. എനിവേ, ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 9342424941. ഗുരുവായൂർ മഞ്ജരീസിന് നമുക്ക് ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ഗ്രൂപ്പുകൾ പോകുന്നുണ്ട്. അതിലൂടെ നമുക്ക് പ്രഭാത മഞ്ജരി, ക്ഷേത്ര മഞ്ജരി, ജ്ഞാനമഞ്ജരി, മഹാത്മ്യ മഞ്ജരി, ഗുരുമഞ്ജരി, ദേവമഞ്ജരി, അങ്ങനെയുള്ള ഒരുപാട് ഹൈന്ദവ സമ്മതമായിരിക്കുന്ന സനാതന ധർമ്മങ്ങളെ കുറിച്ചുള്ള അവയർനെസ് റൈറ്റപ്സ് പോകുന്നുണ്ട്. വീഡിയോസ് ഒന്നും തന്നെ നമ്മൾ ഗുരുവായൂർ ഉച്ചപൂജ അലങ്കാരം അല്ലാതെ മറ്റൊന്നും പോസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗാലറി ഫില്ലാവുന്ന പ്രോബ്ലംസ് ഒന്നും തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ പ്രശ്നം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗുരുവായൂർ മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ആയി കഴിയുമ്പോഴത്തേക്കും ഏകാദശി പോലെയുള്ള സ്കന്ദഷഷ്ടി ഏകാദശി, നമ്മുടെ സങ്കടഹര ചതുർത്ഥി, പ്രദോഷം, അങ്ങനെയുള്ള ഒരുപാട് വ്രതാനുഷ്ഠാനങ്ങളെ കുറിച്ചുള്ള സംശയങ്ങളും അവയുടെ പാരണ വീടുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. നമുക്ക് ഓരോരോ ദിവസങ്ങളുടെ പ്രാധാന്യത എന്താണ്, എപ്പോഴാണ് വ്രതാനുഷ്ഠാനങ്ങൾ വരുന്നത്, എന്താണ് നമ്മുടെ ഇന്നത്തെ നക്ഷത്രം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഗ്രൂപ്പ് വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആവണമെങ്കിൽ 9342494941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം നൽകുക. മെസ്സേജുകൾ നോക്കാൻ കുറച്ച് ലേറ്റ് ആയാലും നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിനുള്ള ആൻസർ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മഞ്ജരീസിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ 10 എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ റൺ ചെയ്യുന്നുണ്ട്. അവരെ രാവിലെ ഒരു 10 മുതൽ വൈകുന്നേരം ഒരു 5:30 മണി വരെ മാത്രം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ആണെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഫാമിലിയാണ്, അതുകൊണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളും കൂടി ഉണ്ടാവും. മഞ്ജരീസിന്റെ ഓൺലൈൻ സ്റ്റോർ റൺ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ബുക്സ്, ജപമാല, ക്ലിക്കർ, ചന്ദനങ്ങൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും മഞ്ജരീസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ വാങ്ങിക്കാൻ സാധിക്കും. മഞ്ജരീസിന്റെ വെബ്സൈറ്റ് നമുക്ക് അധികം വൈകാതെ തന്നെ മഞ്ജരീസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. വെബ്സൈറ്റ് ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. എളുപ്പം ഓൺലൈൻ നമുക്കത് ഓപ്പൺ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ. പിന്നെ മഞ്ജരീസിന്റെ ക്ലാസ് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്കന്ദഷഷ്ടിയോടനുബന്ധിച്ചിട്ട് എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്കന്ദപുരാണമാണ്. സ്കന്ദപുരാണത്തിൽ നമ്മൾ സംഭവകാണ്ഡത്തില് ഇനി പഠിക്കാൻ പോകുന്നത് ശ്രീ മുരുക ഭടനായകന്മാർ, അതേക്കുറിച്ചാണ്. അപ്പൊ എന്താണ് മുരുക ഭടനായകന്മാർ എന്നുള്ളത് നോക്കാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലെ? ശ്രദ്ധിച്ച് കേൾക്കാൻ. ഇന്ന് സമയം കുറച്ച് ലേറ്റായി. ഓക്കെ, വേഗം നമുക്ക് എടുത്തു തീർക്കാം. അങ്ങനെ ശ്രീ പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങൾ ജ്വലിച്ചുയർന്നപ്പോൾ നമ്മൾ പഠിച്ചു, ഭഗവാന്റെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിസ്ഫുലിംഗങ്ങളിലൂടെയാണ് ശരവണ ഭവനായിരിക്കുന്ന സാക്ഷാൽ മുരുകൻ പ്രത്യക്ഷപ്പെട്ടത്, അവതരിച്ചത് എന്നുള്ളത് അല്ലെ. എങ്ങനെയാണ് സ്വാമിക്ക് വേൽമുരുകൻ എന്നും വേലായുധൻ എന്നും അതുപോലെ മുരുകൻ എന്നും സുബ്രഹ്മണ്യ സ്വാമി എന്നൊക്കെ പേര് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ വന്നപ്പോ നമ്മൾ പഠിച്ചു, ശ്രീ പാർവതീ ദേവി വളരെയധികം പേടിച്ചു പോയിന്നല്ലേ. ദേവി പേടിച്ച് അന്തപുരത്തിലേക്ക് ഓടിപ്പോയി എന്നുള്ള കാര്യം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോ ആ സമയത്താണ് വിഷ്ണുദേവനും ബ്രഹ്മദേവനും ഇന്ദ്രനും തുടങ്ങിയ ഒരുപാട് ദേവന്മാര് കുമാരസംഭവത്തിനായിട്ട് നമ്മുടെ മഹാദേവനോട് റിക്വസ്റ്റ് ചെയ്തത്. ഭഗവാൻ വരണം, എങ്കിലേ നമുക്ക് ശൂരപത്മാസുരനെ വധിക്കാൻ സാധിക്കൂ, ദേവന്മാരെ എല്ലാം രക്ഷിക്കാൻ സാധിക്കൂ എന്നുള്ളത് ആരോട് പറഞ്ഞത്? മഹാദേവനോട് പറഞ്ഞത്. അപ്പൊ ആ സമയത്ത് ദേവി അന്തപുരത്തിലേക്ക് പേടിച്ചോടിപ്പോയി. അപ്പൊ അവിടെ ദേവി ഇല്ല. ദേവി ഇല്ലാത്ത സമയത്താണ് മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് സ്ഫുലിംഗങ്ങളെല്ലാം വന്ന് ഈ ദേവന്മാരെല്ലാവരും ഭഗവാനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് കുമാരസംഭവത്തിന് വേണ്ടി. അപ്പോ കുമാരസംഭവത്തിനായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കുകയും ദേവിയുടെ സഹായമില്ലാതെ കുമാരസംഭവം യാഥാർത്ഥ്യമാവുകയും ചെയ്തിരിക്കുകയാണ്. പൊതുവേ നമ്മൾ പ്രഗ്നന്റ് ആവുന്നത് എങ്ങനെയാണ്? ഹസ്ബൻഡും വൈഫും ഒന്നു ചേരുമ്പോൾ അല്ലെ. അപ്പൊ ഇവിടെ മഹാദേവനിൽ നിന്ന് മാത്രമാണ് സുബ്രഹ്മണ്യ സ്വാമി അവതരിച്ചിരിക്കുന്നത്. ദേവിയുടെ സഹായം ഇവിടെ വന്നിട്ടില്ല. അപ്പോ ദേവിയുടെ ഒരു സഹായമില്ലാതെ കുമാരസംഭവം യാഥാർത്ഥ്യമായതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൂടാതെ ദേവന്മാര് എന്തു ചെയ്തു? ശ്രീ ഗംഗാധരനെ പ്രാർത്ഥിച്ചിട്ട് കുമാരസംഭവം നേടിയെടുത്തതില് ശ്രീ പാർവതീ ദേവിക്ക് കുറച്ച് ദേഷ്യം വന്നു.
അപ്പോ ബ്രഹ്മ, വിഷ്ണു, ഇന്ദ്രൻ മുതലായ ദേവന്മാരുടെ ഭാര്യമാർക്കൊക്കെ തന്നെ പോലെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കാതെ പോകട്ടെ എന്ന് ദേവി അങ്ങ് ശപിക്കുകയാണ്. കാരണം ദേവിയുടെ സഹായമില്ലാതെയാണല്ലോ കുമാരസംഭവം നടന്നിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ ബ്രഹ്മദേവന്റെയും വിഷ്ണുദേവന്റെയും ഇന്ദ്രന്റെ ഒക്കെ ഭാര്യമാർക്കും ഇതുപോലെയായി തീരട്ടെ എന്ന് ദേവി ശപിച്ചു. അങ്ങനെ ശ്രീ പാർവതി ദേവി എന്ത് ചെയ്ത് ദേവന്മാരുടെ ഭാര്യമാരെ ശപിക്കാനുണ്ടായ ആ ഒരു ചേതോ വികാരം, അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ആ ഒരു വേദന എന്ന് പറയുന്നത് സ്ത്രീ സഹജമായിരിക്കുന്ന ഒരു അസൂയയാണെന്ന് നമ്മൾ ധരിക്കാൻ പാടില്ല. പൊതുവെ സ്ത്രീകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അസൂയാണ് അല്ലെ. പിന്നെ ഇപ്പോ ഉള്ള സ്ത്രീകൾക്ക് അസൂയ കുറച്ച് കുറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താ, പലരും സാത്വിക മാർഗത്തിലേക്ക് വന്നു. അപ്പൊ അവർക്ക് എന്താണ്, സാത്വിക മാർഗത്തിൽ ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ ആദ്യം നമ്മളിൽ നിന്ന് പോകുന്നത്, മതമാത്സല്യ, അമാത്സര്യ, അഹങ്കാര, വിദ്വേഷ മനോഭാവങ്ങൾ ആദ്യം പോയി കിട്ടും. ആരെങ്കിലും എങ്ങനെങ്കിലും ആയിക്കോട്ടെ, നമുക്കറിയേണ്ട ആവശ്യമില്ല, നമുക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ആര് വളർന്നാലും നമുക്ക് പ്രശ്നമില്ല, നമുക്കുള്ളത് ഭഗവാൻ തരും എന്ന ആ മനോവിചാരത്തിലേക്ക് സാത്വികതയിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സ് മാറുകയാണ് അല്ലെ. അപ്പോ ഇവിടെ ആ ഒരു സ്ത്രീ സഹജമായിരിക്കുന്ന അസൂയായിരുന്നു ഇങ്ങനെ ഒരു കാര്യം വരാൻ, ഇങ്ങനെ ഒരു ശാപം കൊടുക്കാൻ കാരണമായിരിക്കുന്നത് എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കുന്നത് ശരിയല്ല. അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. തന്നെ പോലെ തന്നെ മറ്റു ദേവിമാരും ഗർഭം ധരിക്കാതെയും പ്രസവിക്കാതെയും വന്നാൽ സർവ്വജീവരാശികളെയും തങ്ങളുടെ പ്രിയ സന്താനങ്ങളെയും പരിപാലിച്ചു പോരുന്നതിന് അവർക്കും സാധിക്കുമാറാകട്ടെ എന്നുള്ള ഒരു അനുഗ്രഹമാണ് ദേവി കൊടുത്തത്. മനസ്സിലായില്ലേ? എന്താണ്, തന്നെ പോലെ തന്നെ മറ്റു ദേവിമാര് ഗർഭം ധരിക്കാതെയും പ്രസവിക്കാതെയും കഴിഞ്ഞാൽ സർവ്വജീവരാശികളെയും തങ്ങളുടെ പ്രിയ സന്താനങ്ങളെ പോലെ പരിപാലിച്ചു വരും അല്ലെ. അപ്പോ നൊന്ത് പ്രസവിച്ചു കഴിയുമ്പോൾ ആ മക്കളോട് നമുക്ക് വല്ലാത്തൊരു അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, എല്ലാവരും തുല്യരാണെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് മാറും. സർവ്വ ജീവരാശികളും ഒരേപോലെയാണ്, പ്രത്യേകമായിട്ടൊരു ഇഷ്ടം എന്റെ സ്വന്തം മക്കള് മറ്റുള്ള മക്കള് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവില്ല. സർവ്വ ജീവരാശികളെയും ഒരേപോലെ തുല്യതയോടുകൂടി കാണും എന്ന മനോഭാവത്തിലേക്കാണ് നമ്മൾ കടക്കേണ്ടത്. അപ്പൊ അതൊരു അനുഗ്രഹമാണ്. ദേവിമാർ അങ്ങനെ ചെയ്തപ്പോ അതും ഒരു വലിയൊരു അനുഗ്രഹമാണ്. കുമാരസംഭവത്തിന് കാരണമായിരിക്കുന്ന തൃക്കൺ ജ്വാല, അതായത് മഹാദേവന്റെ കണ്ണിൽ നിന്ന് വന്നിരിക്കുന്ന ആ തൃക്കൺ ജ്വാലയുടെ താപമെല്ലാം മാറിയപ്പോ ശ്രീ പാർവതി ദേവി വന്നിട്ട് എന്താ ചെയ്തത്, മഹാദേവന്റെ പാദത്തിൽ തൊഴുതു നിന്നു. എന്നിട്ട് കരുണാമയനായിരിക്കുന്ന മഹാദേവൻ എന്ത് ചെയ്ത് തന്റെ വാമഭാഗത്ത് ദേവിയോട് ഇരിക്കാൻ പറഞ്ഞു. അഗ്നിജ്വാല കണ്ടപ്പോ പേടിച്ചു പോയ ദേവിയുടെ കാൽച്ചിലമ്പൊക്കെ തകർന്നു പോയി. ദേവിയുടെ കാലിലുണ്ടായിരുന്ന ആ ഒരു കൊലുസെല്ലാം പൊട്ടിപ്പോയി. എന്നിട്ട് നവരത്നങ്ങളെല്ലാം ശിവസന്നിധിയിൽ ഇങ്ങനെ ചെതറി കിടക്കുകയാണ്. എന്നിട്ട് അവ ജ്വാജല്യമാനമായിട്ട് മിന്നൽ പിണരുകളെ പോലെ വെട്ടിത്തിളങ്ങുകയാണ്. ഇങ്ങനെ തിളങ്ങി കിടക്കുകയാണ്. ഓരോരോ മുത്തുകളായിട്ട് ഇങ്ങനെ തിളങ്ങി കിടക്കുകയാണ്. സർവേശ്വര കടാക്ഷ വീക്ഷണത്താൽ ആ നവരത്നങ്ങൾ നവശക്തികളായി മാറണം. ആ നവരത്നങ്ങളെല്ലാം നവശക്തികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. അങ്ങനെ ഈ ഒരു നവരത്നങ്ങളെല്ലാം തന്നെ ആരായി മാറുകയാണ്, മിന്നൽ പിണരുകളെ പോലെ വെട്ടിത്തിളങ്ങിയ നവരത്നങ്ങളെല്ലാം നവശക്തികളായി മാറിയിട്ട് ശ്രീ പാർവതി ദേവിയുടെ അതേ രൂപഭാവത്തോടു കൂടി അവതരിക്കുകയാണ് ഈ നവശക്തികളെല്ലാം തന്നെ. ശിവസന്നിധിയില് ഭക്തി പുരസരം തൊഴുകയോടെ ഈശ്വര സ്തുതികൾ ചെയ്ത നവശക്തിമാരെ, ഈ നവശക്തികളായിരിക്കുന്ന ദേവിമാരും മഹാദേവന്റെ മുമ്പിൽ ഇങ്ങനെ തൊഴുകയോടുകൂടി നിൽക്കുകയാണ്. ചിന്മയാനന്ദ സ്വരൂപൻ ചിത്തം തെളിഞ്ഞ് അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. അവരെ എല്ലാവരെയും ഭഗവാൻ എന്ത് ചെയ്തു, മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് ആ ദേവിമാരെ എല്ലാം അനുഗ്രഹിച്ചു. ഈശ്വരാനുഗ്രഹ സിദ്ധിയിൽ നവശക്തിമാർ ഗർഭവതികളായി ഭവിച്ചു. ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട് അവരെല്ലാം ഗർഭവതികളായി മാറി. നവശക്തിമാരുടെ ഗർഭധാരണം പാർവതി ദേവിയെ കോപാകുലയാക്കി. അപ്പൊ ആ നവശക്തികളെല്ലാം ഗർഭിണികളായപ്പോ ദേവിക്ക് വീണ്ടും ദേഷ്യം വന്നു. നിങ്ങൾ ദീർഘകാലം പ്രസവിക്കാതെ ഗർഭഭാരവും വഹിച്ചുകൊണ്ട് വേദന അനുഭവിക്കുമാറാകട്ടെ എന്ന് പാർവതി ദേവി നവശക്തിമാരെ അങ്ങ് ശപിച്ചു. നിങ്ങൾ എല്ലാവരും തന്നെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് നാള് നിങ്ങൾ പ്രസവിക്കാതെ ഈ വേദനയും സഹിച്ച് അങ്ങനെ തുടരട്ടെ എന്ന് ദേവി എന്ത് ചെയ്തു, വീണ്ടും അങ്ങ് ശപിച്ചു. ശാപവചനം കേട്ട നവസുന്ദരിമാര് പേടിച്ചു വിറക്കുകയാണ്. നവസുന്ദരിമാര് വല്ലാതെ അങ്ങ് പേടിച്ചു വിറച്ചു. മനസ്താപവും ഭയവും അവരിൽ ഉളവാക്കിയ വികാര താപത്താൽ അവരുടെ മനസ്സും എല്ലാം വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കി അവരില്. എന്നിട്ടോ ആ ഒരു വികാരം കൊണ്ട് നവശക്തിമാരെന്ത് ചെയ്ത് വിയർത്ത് കുളിക്കുകയാണ്. ദേവിയുടെ ഈ ശാപം കിട്ടിയപ്പോഴേക്കും ഇവരങ്ങ് വല്ലാതെ വിഷമിച്ച് അവരങ്ങ് വല്ലാത്തൊരവസ്ഥയിലോട്ട് എത്തി. എന്നിട്ട് അവരങ്ങ് വിയർത്ത് കുളിച്ച് നിൽക്കുകയാണ്.
അവരുടെ വിയർപ്പ് തുള്ളികള് ഈശ്വര കടാക്ഷം കൊണ്ട് ലക്ഷം ലക്ഷം ശിവവീരന്മാരായിട്ട് രൂപമായി മാറുകയാണ്. ഒരുപാട് എന്താ പറയാ, ശിവൻ ആ ഒരു ഈശ്വര കടാക്ഷം കൊണ്ട് ലക്ഷം ശിവവീരന്മാരായിട്ട് ഈ വിയർപ്പ് തുള്ളികളെല്ലാം മാറണം. ഒരുപാട് ശിവവീരന്മാരായിട്ട് മാറി. പടച്ചട്ടകളും ഗഡ്ഗങ്ങളും പരിചകളും ഗതകളുമേറിയ ആ വീരധീര പരാക്രമികൾ എല്ലാവരും വന്നിട്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ തൊഴുതു നിൽക്കുന്നു. ഈ പറയുന്ന വിയർപ്പ് തുള്ളിയിൽ നിന്ന് വന്ന ശിവവീരന്മാരെല്ലാവരും. എന്നിട്ട് മഹാദേവൻ പറഞ്ഞു, പുത്രന്മാരെ, ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് നമ്മുടെ സുധൻ അവതീർണനായിട്ടുണ്ട്. അതായത് ശൂരപത്മാസുരനെ വധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മോൻ വന്നിട്ടുണ്ട്, മകൻ അവതീർണനായിട്ടുണ്ട്. കുമാരന്റെ സേനാവീരന്മാരായി സഹായികളായി നിങ്ങൾ ഭവിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ആ മകന്റെ സേനാവീരന്മാരായിട്ട്, അതായത് അദ്ദേഹം സുബ്രഹ്മണ്യ സ്വാമിയുടെ സേനയായിട്ട് നിങ്ങൾ എല്ലാവരും മാറുന്ന ലക്ഷം ലക്ഷം സേനാധിപന്മാരുണ്ടെന്നാ പറയുന്നത്. ഈശ്വരാനുഗ്രഹം ലഭിച്ച ആ വീരപുത്രന്മാർ ശിവപാദ സേവ ചെയ്തിട്ട് വളരെയധികം സന്തുഷ്ടരായി. മഹാദേവന്റെ സേവ ചെയ്തിട്ട് അവരെല്ലാവരും ഒരുപാട് സന്തോഷം കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ടോ തങ്ങളുടെ തലവനായിരിക്കുന്ന ശ്രീ മുരുകദേവന്റെ കൽപ്പനകൾക്കായി അവർ കാത്തിരിക്കുകയാണ്. മഹാദേവൻ എന്താണ് അവരോട് കൽപ്പിക്കാൻ പോകുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഭഗവാന്റെ കൽപ്പനയ്ക്കായിട്ട് ഈ ലക്ഷം ലക്ഷം ശിവവീരന്മാരിങ്ങനെ കാത്തു നിൽക്കുമ്പോ ഉമാദേവിയുടെ ശാപത്തിനിരയായിരിക്കുന്ന ഈ നവശക്തിമാർ എന്താ സംഭവിച്ചത്? അവർക്ക് തങ്ങൾക്ക് ശാപമോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ദേവിയെ പ്രാർത്ഥിച്ച് ഒരുപാട് കാലം ഈ നവശക്തിമാര് തപസ് അനുഷ്ഠിക്കുന്നു. അവരുടെ ഗർഭസ്ഥ ശിശുക്കൾ ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വളർന്ന് വരികയാണ്. ഈ ഗർഭിണികളായിരിക്കുന്ന ദേവിമാരുടെ ഗർഭസ്ഥ ശിശുക്കള് ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ വളർന്ന് വരികയാണ്. അമ്മമാരുടെ ഉദരങ്ങളിൽ വളർച്ച പ്രാപിച്ച് എത്തിയ ആ പുത്രന്മാർ സർവേശ്വരനെ സ്തുതിക്കാൻ തുടങ്ങി. അവരുടെ വയറ്റിലുണ്ടായിരുന്ന ആ കുട്ടികളെല്ലാം തന്നെ മഹാദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ഗർഭപാത്രത്തിൽ ഇരുന്നു കൊണ്ട് പുത്രന്മാരുടെ ശിവനിഷ്ഠ മാതാക്കന്മാരെ അത്യധികം വേദനിപ്പിക്കുകയാണ്. ഗർഭത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ കുട്ടികളെല്ലാം തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്. അത് മാതാക്കൾക്ക്, അമ്മമാർക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി. ഭാരം കൊണ്ടും അസഹനീയമായിരിക്കുന്ന ഗർഭവേദന കൊണ്ടും ശരീരവും മനസ്സും തളർന്ന നവസുന്ദരിമാർ മനം നൊന്ത് ശിവപാർവതിമാരെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം ദേവി അവരോട് ശപിച്ചിട്ടുണ്ട്, ഒരുപാട് നാള് നിങ്ങൾ ഈ ഗർഭവും ചുമന്നുകൊണ്ട് നിങ്ങളിങ്ങനെ ഗർഭവേദനയോടുകൂടി കഷ്ടപ്പെട്ടിരിക്കട്ടെ എന്ന് ശപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികൾ ഗർഭത്തിലിരുന്ന് വളരുകയാണ്. അതുപോലെ തന്നെ ഗർഭത്തിന്റെ വേദനയും അവർക്കുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്തു? മഹാദേവനെയും ദേവിയെയും ഒരുപാട് നാളിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ശാപമോചനം നൽകി അനുഗ്രഹിക്കണേന്ന് ഇങ്ങനെ വല്ലാതെ കണ്ണീരോടുകൂടി മഹാദേവനോടും ദേവിയോടും അപേക്ഷിക്കുകയാണ്. വേദന അനുഭവിച്ചു വരുന്ന നവശക്തികൾക്ക് ശാപമോചനം നൽകുന്നതിന് ശ്രീ പരമേശ്വരൻ പാർവതി ദേവിയെ ഉപദേശിക്കുന്നു. മഹാദേവൻ പറഞ്ഞു, ദേവി, അവരൊരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്, അവരെ ഒന്നും ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ പാടില്ല, അവർക്ക് ശാപമോക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞു. മഹാദേവൻ എന്താ പറയുന്നത് ദേവിയോട്? ദേവി, ഈ കന്യകമാർ നിന്റെ പാദചിലമ്പുകളിലെ നവരത്നങ്ങളാണ്. വേദന അനുഭവിക്കുന്ന അവർക്ക് ശാപമോചനം നൽകി ആശ്വസിപ്പിക്കൂ ദേവി. നവകന്യകമാരോട് കൃപ തോന്നി ഉമാദേവിക്ക്. അവർക്ക് ശാപമോചനവും നൽകണം. നന്ദിദേവരെ പോലെ വീരധീരന്മാരായ ശിവഗണങ്ങളിൽപ്പെട്ട നവവീരന്മാരെ നവശക്തികൾ പ്രസവിച്ചു. നന്ദിയെ പോലെയുള്ള നല്ല ധീരവീരന്മാരായിരിക്കുന്ന നവശക്തികളെയാണ് ഇവരെല്ലാവരും പ്രസവിക്കുന്നത്. മാണിക്യവല്ലി വീരധീരനായിരിക്കുന്ന വീരബാഹുവിന് ജന്മം നൽകി. ഓക്കെ, മാണിക്യവല്ലി വീരബാഹുവിനാണ് ജന്മം നൽകുന്നത്. മൗക്തികവല്ലി എന്ന് പറയുന്ന കന്യക പരാക്രമശാലിയായ വീരകേസരിയെയാണ് പ്രസവിക്കുന്നത്. പുഷ്യരാഘവല്ലിയുടെ പുത്രനായിട്ട് വീരമഹേന്ദ്രൻ വരികയാണ്. ഗോമേധകവല്ലിയുടെ മകനായിട്ട് വീരമഹേശ്വരൻ വരികയാണ്. വൈഡൂര്യവല്ലിയുടെ മകനായിട്ട് വീരപുരന്ദരൻ വരികയാണ്. വൈരവല്ലിയുടെ മകനായിട്ട് വീരാർക്കൻ വരികയാണ്. മരതകവല്ലിയുടെ മകനായിട്ട് വീരമാർത്താണ്ഡൻ വരികയാണ്. പവിഴമല്ലിയുടെ മകനായിട്ട് വീരാന്തകൻ വരികയാണ്. ഇന്ദ്രനീലവല്ലിയുടെ മകനായിട്ട് വീരധീരൻ വരുന്നു.
അവരവരുടെ മാതാപിതാക്കന്മാരുടെ സുന്ദരമായിരിക്കുന്ന ആ ഒരു ഭംഗിയോട് കൂടി അവതരിച്ച നവവീരകുമാരന്മാർ സുന്ദര കളേബരന്മാരായിട്ടും ആരോഗ്യ ദൃഢഗാത്രന്മാരായിട്ടും ശിവജ്യോതിസുകളെ പോലെ ഇങ്ങനെ പ്രകാശിച്ചു നിൽക്കുകയാണ്. കാരണം മഹാദേവന്റെയാണ് കുഞ്ഞുങ്ങളാണ്, ശിവശക്തിയോടുകൂടി ജനിച്ചതാണ് അല്ലെ. ദേവിയുടെ പാദസരത്തിലെ ചിലമ്പിലെ നവരത്നങ്ങളിൽ നിന്ന് വന്ന കന്യകമാരുടെ ഗർഭത്തിൽ വന്ന നവവീരന്മാരാണ് അവര്. അപ്പൊ എന്തായാലും അതിന്റെ ഒരു തേജസ് കാണാതിരിക്കില്ല. സർവാലങ്കാര വിഭൂഷിതനായും ആയുധധാരികളുമായിട്ടാണ് നവശക്തി കുമാരന്മാർ ജനിക്കുന്നത്. അവര് സർവാഭരണ വിഭൂഷിതന്മാരായിട്ടാണ്, ഒരുപാട് ആഭരണങ്ങളോടുകൂടിയും ആയുധങ്ങളോടുകൂടിയാണ് അവർ ജന്മമെടുക്കുന്നത്. ശിവപാർവതി പാദങ്ങളിൽ, മഹാദേവന്റെയും ദേവിയുടെയും പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണാമം അർപ്പിച്ചിട്ട് നവവീര കുമാരന്മാർ എന്തു ചെയ്തു? ഈശ്വരനാമങ്ങൾ പറഞ്ഞുകൊണ്ട് പാർവതി പരമേശ്വരന്മാരെ സംതൃപ്തരാക്കി. അവർ ജനിച്ചപ്പം തന്നെ ദേവനെയും മഹാദേവനെയും ദേവിയെയും ഇങ്ങനെ എന്താ പറയാ, ഒരുപാട് നാമങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കുകയാണ്. സർവാഭീഷ്ട പ്രദായകരായിരിക്കുന്ന ശിവശക്തിമാര് നവവീരകുമാരന്മാരുടെ ഭക്തിനിഷ്ഠ കണ്ടിട്ട് സംപ്രീതരായിരിക്കുകയാണ്. അവരുടെ ഭക്തിനിഷ്ഠ കണ്ടപ്പോ അവർക്ക് അങ്ങ് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ. അവർക്ക് സർവമംഗളങ്ങളും നൽകുകയാണ് നമ്മുടെ മഹാദേവനും ദേവിയും. പരാക്രമശാലികളായിരിക്കുന്ന നവശക്തി കുമാരന്മാർക്ക് വിജയത്തിന്റെ പാതകൾ പടവെട്ടിപ്പിടിക്കുന്നതിനായിട്ട് പരാത്പരനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ വീരഗഡ്ഗങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല പടവെട്ടി പിടിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവട്ടെ, എവിടെ ചെന്നാലും നിങ്ങൾ വിജയിച്ചു വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീരഗഡ്ഗങ്ങളാണ് മഹാദേവൻ നൽകുന്നത്. ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ശ്രീ പാർവതീ ദേവി നവസുതന്മാർക്ക് ശക്തി കവചങ്ങളാണ് കൊടുക്കുന്നത്. മഹാദേവൻ വീരഗഡ്ഗങ്ങൾ നൽകുമ്പോ മഹാദേവി എന്താ കൊടുക്കുന്നത്? ശക്തി കവചങ്ങൾ കൊടുക്കുകയാണ് അവർക്ക്. കുമാരന്മാര് എല്ലാവരും രണ്ടുപേരുടെ അനുഗ്രഹം കൊണ്ട് വളരെയധികം ധന്യരാവുകയാണ്. ലക്ഷം ശിവസേന വീരന്മാർക്ക് സേനാനായകന്മാരായി ഭവിച്ച് ശൂരപത്മാദി അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി ശ്രീ കുമാരദേവന് ഉറ്റ തോഴന്മാരായിട്ട് സഹോദരന്മാരായിട്ട് ഭവിക്കുമാറാകട്ടെ എന്ന് നവശക്തി വീരന്മാരെ അനുഗ്രഹിക്കുകയാണ്. കുമാരന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിട്ട് വീരശൂര പരാക്രമികളായിരിക്കുന്ന നല്ല ഉറ്റ തോഴന്മാരായിട്ട് സഹോദരന്മാരായിട്ട് നിങ്ങൾ 9 പേരും മാറട്ടെ എന്നാണ് പറയുന്നത്. മനസ്സിലായി? വീരകേസരി, വീരമഹേന്ദ്രൻ, വീരമഹേശ്വരൻ, വീരപുരന്ദരൻ, വീരാർക്കൻ, വീരമാർത്താണ്ഡൻ, വീരാന്തകൻ, വീരധീരന്മാർ, അങ്ങനെ വീരബാഹു, ഇത്രയും പേരുണ്ട്. 9 പേര് ഭഗവാന്റെ കൂടെ ഇങ്ങനെ കുമാരന്റെ കൂടെ നിൽക്കുകയാണ്. ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് അഗ്നിപ്പൊരികൾ വന്നപ്പോ ശ്രീ പാർവതീ ദേവി ഭയത്തോടു കൂടി ഓടി അകന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് ശരിയല്ല. വാസ്തവത്തിൽ അത് ശരിയല്ല, ഭയത്തോടു കൂടി പോയി എന്ന് പറയുന്നത്. അങ്ങനെ ദേവി ഭയവിഭ്രാന്തികൾ അനുഭവിക്കുകയും ഓടി അകലുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ, ദേവി പേടിച്ച് അങ്ങനെ ഓടിപ്പോയിട്ടില്ല എങ്കിൽ നവശക്തി അവതാരം ഉണ്ടാവില്ല. അതുപോലെ നവവീര ജനനവും സംഭവിക്കില്ല. ദേവി അങ്ങനെ ഒന്നും കണ്ട് പേടിച്ചോടുന്ന ഒരാളല്ല, അറിയാലോ ദേവിയെ കുറിച്ച്. പക്ഷെ ദേവി അന്ന് അങ്ങനെ പോയില്ലായിരുന്നെങ്കിൽ ദേവിയുടെ ചിലമ്പ് ഉടയില്ലായിരുന്നു, കാലിൽ ഇട്ടിരിക്കുന്ന കൊലുസ് അത് പൊട്ടിപ്പോവില്ലായിരുന്നു, അതിൽ നിന്ന് നവരത്നങ്ങൾ പുറത്തു വരില്ലായിരുന്നു. ആ നവരത്നങ്ങളിൽ നിന്ന് ആരാണ് വന്നിരിക്കുന്നത്? നവശക്തി അവതാരങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. നവശക്തി അവതാരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ നവവീര ജനനവും ഉണ്ടാവില്ല. അപ്പൊ ദേവി പോയിരിക്കുന്നത് ഈ നവശക്തി അവതാരത്തിനും നവവീര ജനനത്തിനും വേണ്ടിയാണ്. അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശ്രീ പാർവതീ ദേവി അപ്രകാരം ഒരു നാടകം നടത്തിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ ജനനത്തിന് വേണ്ടിയാണ് ദേവി അങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ ഗർഭിണികളായിരിക്കുന്ന നവശക്തിമാരോട് കോപിച്ചിട്ട് ദീർഘകാലം പ്രസവം നടക്കാതെ ഇരിക്കട്ടെ എന്ന് ദേവി പറഞ്ഞതും ദേവിയുടെ ഒരു അഭിനയം മാത്രമാണ്. ഗർഭപാത്രത്തിൽ അധികകാലം ഇരിക്കുന്ന ബീജത്തിന് ശക്തി വർദ്ധിക്കുമെന്നും അതിൽ നിന്നുണ്ടാവുന്ന ശിശുവിന് ബുദ്ധിശക്തി പരാക്രമാദികൾ വളരെയേറെ ഉണ്ടായിരിക്കുമെന്നുള്ളതും ദേവിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ദേവി അവരെ അങ്ങനെ ഒരു ശാപം നൽകിയത്. ഗർഭപാത്രത്തിൽ വേണ്ടത്ര കാലം തങ്ങി നിന്ന് വളർച്ചയെ പ്രാപിക്കാത്ത ബീജം ശിശുവായി പ്രസവിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, മുൻകൂട്ടി ഒരു സമയം എത്താതെ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും എന്താണ്? ആരോഗ്യഹീനത ഉണ്ടാവും, ആരോഗ്യം ഉണ്ടാവില്ല, അവർക്ക് രോഗികളായിരിക്കും അവരല്ലേ. മാസം തികയാതെ പ്രസവിച്ചു കഴിഞ്ഞാൽ അധികകാലം ഗർഭപാത്രത്തിൽ തങ്ങി നിന്ന് വളരുന്ന ശിശുക്കൾക്ക് ധീരന്മാരും ബുദ്ധിമാന്മാരുമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഉദാഹരണമായിട്ട് ശകുന്തളയുടെ ഗർഭപാത്രത്തിൽ 3 വർഷക്കാലം വളർച്ചയെത്തിയ ശേഷമാണ് ഭരതൻ ജനിച്ചിരിക്കുന്നത് അല്ലെ. ഭരതൻ ജനിച്ച് 6 മാസം പ്രായമായപ്പോ തന്നെ സിംഹക്കുട്ടികളെ പിടിച്ചുകൊണ്ടുവരാനും അവയുമായിട്ട് മല്ലയുദ്ധം ചെയ്യാനും കളിക്കാനും ഒക്കെ ഭരതന് നല്ല കരുത്തായിരുന്നു.
ജ്ഞാനിയായിരിക്കുന്ന ശിവവാക്യനും വളരെ കാലം ഗർഭപാത്രത്തിൽ തങ്ങിയതിനു ശേഷമാണ് പുറത്തു വന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കാത്ത സിദ്ധികളും ഭാഗ്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ശിവാക്യൻ ജ്ഞാനിയായി ഭവിച്ചു എന്നാ പറയുന്നത് അത്രയും കാലം ഗർഭപാത്രത്തിൽ ഇരുന്നത് കൊണ്ട്. വളരെ കാലം ഗർഭഭാരം ചുമക്കുന്നതിന് ശ്രീ പാർവതീദേവി നവശക്തിമാരെ ശപിച്ചതും ധീരന്മാരായിരിക്കുന്ന പുത്രന്മാരെ പ്രസവിച്ച് അസുര നിഗ്രഹാർത്ഥം ശ്രീ കുമാരദേവനെ സഹായിക്കാനും വേണ്ടിയാണ് ദേവി അങ്ങനെ അവരെ ശപിച്ചത്. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരുപാട് നാൾ ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാവട്ടെ, വേദന അനുഭവിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. കാരണം ദേവിക്ക് അറിയാമായിരുന്നു മുൻകൂട്ടി സംഭവിക്കുന്നത് എന്താണെന്നുള്ളത്. അതിനുവേണ്ടിയാണ് ദേവി അങ്ങനെ ചെയ്തത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതിന്റെ പിന്നിൽ നാളെ വരാനിരിക്കുന്ന ഒരു നന്മയുണ്ട് എന്നുള്ളത്. നമുക്കൊരു ദുഃഖം വരുമ്പം എല്ലാം തീർന്നു എന്ന മനോഭാവത്തിൽ ഇരിക്കാൻ പാടില്ല. പിന്നെയോ നമ്മൾ മനസ്സിലാക്കണം, ഇതിനൊരു മുൻകാലങ്ങളിൽ ഇതിനൊരു നന്മ വരാനുണ്ട്. ആ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വേദന ഇന്ന് അനുഭവിക്കുന്നത് എന്ന്. ഇനി ശരവണ പൊയ്കയെ കുറിച്ചാണ് പറയുന്നത്. ശരവണ പൊയ്കയിൽ അവതരിച്ചിരിക്കുന്ന കലിയുഗ വരദൻ ശ്രീ മുരുകനെ തന്റെ മായാലീലാ വിനോദങ്ങളാൽ പ്രപഞ്ചവാസികൾ എല്ലാവരെയും ഇങ്ങനെ സന്തോഷം കൊണ്ട് ആറാടിക്കുകയാണ്. മുരുകന്റെ ഓരോരോ മായാലീലകൾ കണ്ടിട്ട് പ്രപഞ്ചത്തിലുള്ള എല്ലാവരും സന്തോഷിക്കുകയാണ്. ക്ഷമിക്കണം, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, മറ്റൊന്നുമല്ല. അപ്പോ പ്രപഞ്ച നിവാസികളെല്ലാം സന്തോഷം കൊണ്ട് ആറാടുകയാണ് അല്ലെ. മുരുകന്റെ ഈ ഒരു ലീലാ വിനോദങ്ങളെല്ലാം കാണുമ്പം ശ്രീ കുമാരദേവനെ വെള്ളിമലയിലേക്ക് അയക്കണമെന്ന് ശ്രീ മഹേശ്വരന് തിരുവള്ളമുണ്ടായി. അദ്ദേഹത്തെ എന്ത് ചെയ്യണം? വെള്ളിമലയിലേക്ക് ആനയിക്കണമെന്ന് മഹാദേവന് ഒരാഗ്രഹം. തന്റെ ഈ ഇംഗിതം എന്ത് ചെയ്തു? ഭഗവാൻ ദേവിയോട് പറഞ്ഞു. മഹാദേവൻ പറയാണ്, ശക്തി, ശരവണപ്പൊയ്കയിൽ വളരുന്ന കുമാരദേവനെ നമ്മുടെ വാസസ്ഥലത്തിലേക്ക് ആനയിക്കേണ്ട സമയമായിരിക്കുന്നു. ശരവണപ്പൊയ്കയിലാണ് കുമാരദേവൻ വളർന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ ഇങ്ങോട്ട് വിളിക്കണ്ടേ, മോനെ ഇങ്ങോട്ട് വിളിക്കണ്ടേ എന്ന് ചോദിച്ചു. ദേവിയുടെ ഹൃദയത്തിൽ വന്ന ആ ഒരു സന്തോഷം മഹാദേവന്റെ മനസ്സിലും വന്നിരിക്കുന്നു എന്നുള്ളത് ഓർത്തപ്പോ, രണ്ടുപേരും തമ്മിൽ ഒന്നാണല്ലോ, മഹാദേവനും ദേവിയും ഒന്നാണല്ലോ. അപ്പൊ ദേവിയുടെ അതേ ആഗ്രഹം തന്നെയാണ് മഹാദേവനും ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. രണ്ടുപേരും വളരെയധികം സന്തോഷിച്ചു. ജീവരാശികളായിട്ട് അവരങ്ങനെ നിലനിൽക്കുകയാണ്. ഭഗവാന്റെ ആ വാക്ക് കേട്ടപ്പോ ദേവിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം മകനെ ഇങ്ങോട്ട് വിളിക്കുകയാണല്ലോ. അപ്പൊ ദേവി പറഞ്ഞു, ദേവ, കുമാര ദർശനത്തിന് നമ്മുടെ ഹൃദയം ദാഹിക്കുകയാണ്. ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് ഭഗവാനെ ഒന്ന് കാണാൻ, എന്റെ മോനെ ഒന്ന് കാണാൻ. മോനോട് പറയാനുള്ള കൃപയുണ്ടാവണം ദേവാന്ന് പറഞ്ഞു. ശ്രീ ഗംഗാധരൻ എന്താ ചെയ്തത്? ഗിരിജാദേവിയുമൊത്ത് ഋഷഭവാഹനത്തിലേക്ക് കയറി. ആ ദിവ്യ ദർശനം കണ്ടിട്ട് ഹർഷപുളകിതരായിരിക്കുന്ന ദേവന്മാർ തങ്ങളുടെ ദുഃഖമെല്ലാം മറന്ന് സന്തോഷത്തോടുകൂടി ഭഗവാനെ സ്തുതിക്കുകയാണ്. കാരണം കുമാരനെ വിളിക്കുകയാണ്, കുമാരനെ വിളിച്ചുകൊണ്ട് വരികയാണ്. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്? ശൂരപത്മാസുര വധം നടക്കാൻ പോവാണ്. കുമാരനെ കൈലാസത്തിലേക്ക് വിളിച്ച് ഇനി ശൂരപത്മാസുര വധം നടക്കും വളരെ എളുപ്പത്തിൽ. അതോടുകൂടി ദേവന്മാർക്ക് വന്നിരിക്കുന്ന ദുരിതങ്ങളെല്ലാം മാറിക്കിട്ടും അല്ലെ. ബ്രഹ്മാവും വിഷ്ണുവും ദേവേന്ദ്രാദി ദേവന്മാരും ഒക്കെ സന്തോഷം കൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്യാണ് മഹാദേവനെയും ദേവിയെയും. ഭൂതഗണങ്ങളെല്ലാം വാദ്യഘോഷങ്ങളെല്ലാം മുഴക്കി വേദങ്ങളും പ്രണവ മന്ത്രങ്ങളും ഭക്തിയോടുകൂടി അവർ പറയുകയാണ്. സുരസുന്ദരിമാർ ഈശ്വരസ്തുതി ഗീതങ്ങൾ ആലപിക്കുകയാണ്. ചന്ദ്രസൂര്യന്മാർ സർവേശ്വരന് വെൺകുറ്റ കുടകൾ അലങ്കരിച്ചു കൊടുക്കുകയാണ്. 1 കോടി ഭൂതഗണങ്ങൾ ഇന്ദുചൂടന് അകമ്പടി സേവിക്കുകയാണ്, ഭഗവാന്റെ അകമ്പടി സേവിക്കുകയാണ്. ദേവഗണാദികളാൽ വാഴ്ത്തപ്പെട്ട ശ്രീ ഗംഗാധര ദേവൻ ഉമാദേവി സമേതനായിട്ട് കൈലാസാദ്രിയിൽ നിന്നും ഹിമാലയ സാനുവിൽ സ്ഥിതി ചെയ്യുന്ന ശരവണപ്പൊയ്കയിലേക്ക് പോവാണ്. വാനത്തിൽ ഒരു ചന്ദ്രൻ, ശരവണപ്പൊയ്കയിൽ 6 പൂർണ്ണചന്ദ്രന്മാർ അല്ലെ. ആകാശത്തില് ഒരു ചന്ദ്രനേ ഉള്ളൂ, പക്ഷെ ശരവണപ്പൊയ്കയില് അറുമുഖൻ 6 പൂർണ്ണചന്ദ്രന്മാരാണുള്ളത്. ആടിയും പാടിയും ചിരിച്ചും കളിച്ചും ഇണങ്ങിയും പിണങ്ങിയും തുള്ളിക്കളിച്ചുല്ലസിച്ച് രസിക്കുന്ന ശ്രീ കുമാരദേവന്റെ അത്ഭുതകരമായിരിക്കുന്ന ലീലാവിലാസങ്ങൾ കണ്ട ശ്രീ പാർവതീ പരമേശ്വരന്മാർക്കും ദേവാദി ദേവന്മാർക്കും സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ ഭഗവാന്റെ കളിയെല്ലാം കണ്ടിട്ട്. ശരവണപ്പൊയ്കയുടെ കരയിൽ എഴുന്നള്ളി ദർശനം നൽകുന്ന ലോകം മുഴുവൻ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കന്മാരെ, മഹാദേവനെയും ദേവിയെയും ശ്രീ കുമാരദേവൻ ചെന്താമര മുഖം മലർന്ന്, അതായത് ചെന്താമരയ്ക്ക് തുല്യമായിരിക്കുന്ന ആ മുഖത്തോടു കൂടി ചെഞ്ചൊരിത്തിരുവായി തുറന്ന്, അതായത് നല്ല ഒരു തിരുവായി, അതായത് എന്താ ഇവിടെ പറയുന്നത്, ചെഞ്ചോരിത്തിരുവായി എന്നാ പറയുന്നത്.
ചുമന്ന ആ ഒരു തിരുവായ, ഭഗവാന്റെ വായ തുറന്ന് സർവലോകാകർഷകമായിരിക്കുന്ന, എല്ലാ ലോകങ്ങളാലും ആകർഷിക്കപ്പെടുന്ന രീതിയിലുള്ള മാസ്മര പുഞ്ചിരി തൂകി ഭഗവാൻ. സുബ്രഹ്മണ്യ സ്വാമി ശരവണപ്പൊയ്കയിൽ നിന്ന് നോക്കുമ്പോ തന്റെ ലോകം മുഴുവൻ ആരാധിക്കുന്ന തന്റെ അച്ഛനും അമ്മയും വന്നിരിക്കുകയാണ്. അവരെ നോക്കി ഭഗവാൻ അങ്ങ് ചിരിച്ചു. മോഹന പുഞ്ചിരി പാലൊളിയിൽ ഭഗവാന്റെ ആ ഒരു ചിരി കണ്ടപ്പോ, മോഹിപ്പിക്കുന്ന ആ ചിരി കണ്ടപ്പോ ഭഗവാന്റെ ഹൃദയം കരുണ കൊണ്ട് നിറഞ്ഞു. പുത്രമാതൃബന്ധ ലഹരിയിൽ സർവേശ്വര ചിത്തം പുളകിതമായി എന്നാ പറയുന്നത്. മകന്റെയും അമ്മയുടെയും അച്ഛന്റെ ആ ഒരു ബന്ധം, ആ ഒരു എന്താ പറയാ ബന്ധലഹരി അവർ മൂന്നുപേരും ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും ഭഗവാന്റെയും ദേവിയുടെയും ഹൃദയം ആനന്ദം കൊണ്ട് ആറാടി. മഹാദേവൻ പറഞ്ഞു, ദേവി, ശരവണപ്പൊയ്കയിൽ വസിക്കുന്ന നമ്മുടെ കുമാരനെ ദർശിച്ചുവല്ലോ. കുമാരനെ ആശീർവദിച്ച് ആലിംഗനം ചെയ്തരുളിയാലും ദേവി എന്ന് പറഞ്ഞു. ഋഷഭവാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗിരിജാത്മജ മാതൃത്വ മഹത്വത്തിൽ സമ്പൂർണമായി ദേവി അങ്ങ് ഋഷഭവാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് മാതൃത്വത്തിന്റെ പൂർണ്ണതയിൽ എത്തുകയാണ് ദേവി മകനെ കണ്ടപ്പോൾ. സ്ത്രീ സഹജമായിരിക്കുന്ന, അതായത് പൊതുവെ സ്ത്രീകൾക്കുള്ള മകനോടുള്ള ആ വാത്സല്യം, ശരവണപ്പൊയ്കയിലേക്ക് ഇറങ്ങിയ ആ വാത്സല്യം ഓരോ കുമാരന്മാരെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് താലോലിച്ച് ആനന്ദിക്കാനുള്ള ആ ഒരു ക്ഷമ ലോകനായികയായിരിക്കുന്ന ദേവിക്കില്ല. സ്നേഹം, മോഹം, ദയ, കൃപ, ആ വികാരങ്ങളോടെ 6 തിരുകുമാരന്മാരെയും മാതൃത്വ നിർഭരമായിരിക്കുന്ന ആർത്തി ദാഹത്തോടുകൂടി 2 കൈകളോടും കൂടി ചേർത്തങ്ങട് വാരി പുണർന്നു ദേവി. ശ്രീ പാർവതീ ദേവിയുടെ സ്നേഹം കൊണ്ട് ശ്രീകുമാരന്റെ പല്ലവ തിരുമേനികളെല്ലാം ഒന്നായി ഭവിച്ചു. ഭഗവാന്റെ ആ ഒരു ശരീരങ്ങളെല്ലാം ഒന്നായി മാറി. അരുളും ആശീസും അഭിവൃദ്ധിയും അനുകമ്പയും ദയയും മോക്ഷവും പ്രദാനം ചെയ്തരുളുന്ന ശ്രീ കുമാരദേവന്റെ 6 ശിരസുകൾ മാത്രം ഒന്നാകാതെ നിന്നു. ഒരു ശരീരവും 6 തലകളുമായിട്ട് ഭഗവാൻ മാറി. ലോകങ്ങളെയും ലോക ജീവജാലങ്ങളെയും ഒന്നായി ഭാവിച്ച് പാരപക്ഷമില്ലാതെ പരിപാലനം ചെയ്തു വരുന്ന ലോകമാതാവ് 6 കുമാരന്മാരായി ഒന്നായി, അല്ലെ? 6 കുമാരന്മാരും കൂടെ ഒന്നായി മാറി, ഒരുവനായി മാറി. ഭഗവാൻ ആറുമുഖ ദേവനായി ആശ്ലേഷിച്ച് നിഗ്രഹിച്ചു. അത്രയും അനുഗ്രഹിച്ചു ഭഗവാൻ. ആശ്ലേഷിച്ച് ഭഗവാൻ അങ്ങ് അനുഗ്രഹിച്ചു കൊടുക്കുകയാണ്. ഈ 6 കുമാരന്മാരും കൂടെ ഒരുമിച്ച് മാറിയിരിക്കുകയാണ്. ലോകാവസാന പ്രളയകാലത്ത്, ലോകം അവസാനിക്കുന്ന സമയത്തുണ്ടാവുന്ന പ്രളയകാലത്ത് സർവ്വ ജീവരാശികളും എല്ലാ ജീവജാലങ്ങളും ശിവശക്തിയിൽ ലയിച്ചിട്ട് ഏകാത്മരൂപമായി മാറും, അല്ലെ? അതുപോലെ 6 കുമാരന്മാരെയും ലോകാംബികാദേവി ആശ്ലേഷിച്ചപ്പോ, കെട്ടിപ്പിടിച്ചപ്പോ മുരുകൻ ഏകഗാത്രനായിട്ട് സ്കന്ദദേവനായി ഭവിച്ചു. ഉത്സാഹഭരിതരായി ഇതെല്ലാം കണ്ട ദേവന്മാർക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത സന്തോഷത്തോടുകൂടി ഓരോരോ ദേവന്മാരും കരഞ്ഞുകൊണ്ട് പുഷ്പവൃഷ്ടി പെയ്യിക്കുകയാണ്. പുഷ്പങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കണം ആ ഒരു നിമിഷത്തിൽ. ഷഡ്ഗാത്രങ്ങളെല്ലാം ഏകഗാത്രമായി ഭവിച്ചതുകൊണ്ട്, അതായത് 6 ശരീരങ്ങളും ഒരു ശരീരമായി മാറി 6 തലകളായി നിന്നതുകൊണ്ട് സ്കന്ദൻ എന്ന നാമം ഭഗവാന് വന്നു. ഭഗവാൻ എന്തുകൊണ്ടാണ് സ്കന്ദൻ എന്ന നാമം വന്നത്? 6 ശരീരം ഒന്നായി മാറി, 6 തലകൾ അതുപോലെ നിന്നു. 6 തലയും ഒരു ശരീരത്തോടും കൂടി മുരുകൻ മാറിയത് കൊണ്ടാണ് ഭഗവാന് സ്കന്ദൻ എന്ന പേര് ലഭിച്ചത്. പരമേശ്വരന്റെ തൃക്കണ്ണിൽ നിന്ന് ജനിച്ച ലോകമാതാവായ ശ്രീ പാർവതീ ദേവിയുടെ സ്നേഹാശ്ലേഷണം കൊണ്ട് ഏകനായി ഭവിച്ചതിനാലും സ്കന്ദദേവൻ എന്ന് പറയുന്ന നാമം ശ്രീ മുരുകൻ മഹിമകളെ പ്രതിപാദിപ്പിക്കുന്ന പുരാണത്തിന് സ്കന്ദപുരാണം എന്ന പേരിലേക്കും മാറുകയാണ്. മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്ന് വന്ന് ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി ദേവി അങ്ങ് ചേർത്ത് പിടിച്ചു വളർത്തിയത് കൊണ്ട് ഭഗവാന് സ്കന്ദൻ എന്ന പേരും സ്കന്ദന്റെ കഥകൾ പറയുന്ന പുരാണത്തിന് സ്കന്ദപുരാണം എന്ന് പറയുന്ന പേരുമായി മാറുകയാണ്. സർവേശ്വരനിൽ നിന്ന്, അതായത് മഹാദേവനിൽ നിന്ന് തീപ്പൊരികളായി പുറത്തു വന്ന ജീവജ്യോതിസുകളെ ഏകനായി സ്കന്ദദേവനായി പാർവതീ ദേവിയാൽ ആശ്ലേഷിക്കപ്പെട്ടിട്ട് ദേവി അങ്ങ് ചേർത്ത് പിടിച്ചിട്ട് ശിവശക്തി സന്നിധാനത്തിലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയാണ്. സുന്ദരകുമാരനെ കൈകളിലെടുത്ത് പരാശക്തി വാത്സല്യം കൊണ്ടങ്ങ് ശ്രീ കുമാരദേവന്റെ പീലി തിരുമുടിക്കെട്ടുകളിൽ ഇങ്ങനെ വിരലോടിക്കുകയാണ്. ദേവി എടുത്ത് മടിയിൽ വെച്ചിട്ട് ഭഗവാന്റെ ആ ഒരു മുടിയിൽ ഇങ്ങനെ വിരലോടിക്കുകയാണ്. മകന്റെ പൂന്തളിർമേനിയെ, പൂ പോലെ സമമായിരിക്കുന്ന ആ ശരീരത്തെ പൂന്തന്നൽ എന്നതുപോലെ, ഒരു തെന്നൽ, ഒരു കാറ്റെന്നതുപോലെ മൃദുലമായിട്ട് ദേവി ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. കുങ്കുമപ്രഭയാർന്ന കവിളുകൾ, കുങ്കുമം പോലെ ഇരിക്കും ഭഗവാന്റെ കവിളുകൾ.
പഞ്ചമിത്തിങ്കളെ വെല്ലുന്ന നെറ്റിത്തടങ്ങൾ, അതായത് പൂർണ്ണചന്ദ്രനേക്കാൾ മനോഹരമായിരിക്കുന്ന നെറ്റി, മുത്തുകൾ ചൊരിഞ്ഞ് മഹേശ്വരി ആനന്ദ നിർവൃതി പൂണ്ടാണ്. ദേവി ഇങ്ങനെ മുത്തങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ നെറ്റിയിലും കവിളിലും ഒക്കെ. മായാ പ്രപഞ്ച നായികയായിരിക്കുന്ന ലോകമാതാവ് അരുമക്കിടാവിനെ മടിയിൽ കിടത്തി ആലോലം പാടി ഇങ്ങനെ താലോലിക്കുകയാണ്. എല്ലാം അറിയുന്ന ലോകമാതാവ് പുത്രവാത്സല്യത്താൽ, മകനോടുള്ള വാത്സല്യം കൊണ്ട് എല്ലാം മറന്ന് കേവലം ഒരു മാതാവായി മാറിയിരിക്കുകയാണ്. മകനോടുള്ള ആ ഒരു വാത്സല്യം കൊണ്ട് ലോകമാതാവ് വെറും ഒരു മാതാവായി മാറിയിരിക്കുകയാണ്. ശ്രീ പരമേശ്വര കാരുണ്യം കൊണ്ട് ഉത്ഭവിച്ചതാണ് ഭഗവാൻ. നിർമ്മലനാണ്. ശിവജ്ഞാന തത്വബോധപ്രദമായിരിക്കുന്ന തന്റെ മാറിട സ്ഥലങ്ങളിലെ ജ്ഞാനമാകുന്ന പാൽ, ദേവിയുടെ ആ ഒരു മാറിടത്തിലെ ജ്ഞാനമാകുന്ന പാല് നവമണിപ്പളുങ്കുപാത്രത്തിൽ നിറച്ച ദേവി കുമാരദേവന് നൽകി അനുഗ്രഹിക്കുകയാണ്. ഭഗവാന് ദേവി പാല് കൊടുക്കുകയാണ്. ശക്തിയുടെ ജ്ഞാനം എന്ന മുലപ്പാൽ ഭുജിച്ച കുമാരൻ, ദേവിയുടെ മുലപ്പാൽ കുടിച്ച കുമാരൻ ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായിരിക്കുന്ന, അതായത് എല്ലാ അറിവുള്ളവരുടെയും അതിന് മുകളിലുള്ള അറിവുള്ള ജ്ഞാന പണ്ഡിതനായിട്ട് ദേവിയുടെ മുലപ്പാല് കുടിച്ച്, ദേവി ലോകജ്ഞാനിയാണ്. അപ്പൊ ആ ജ്ഞാനിയുടെ പാല് കുടിച്ച ഭഗവാൻ ജ്ഞാനികൾക്കും മേലെയുള്ള ജ്ഞാനിയായിട്ട്, ജ്ഞാന പണ്ഡിതനായിട്ട്, പിതാവിന് പോലും ഉപദേശം നൽകുന്നതിനുള്ള പാണ്ഡിത്യത്തോടു കൂടി വരികയാണ്. മഹാദേവന് പോലും അറിവ് നൽകുന്ന ഒരു പണ്ഡിതനായി ഭഗവാൻ മാറുകയാണ്. കുമാരദേവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പശുപതിയുടെ അരികത്തണഞ്ഞ ശ്രീ പാർവതീ ദേവി, കുമാരനെ കെട്ടിപ്പിടിച്ചിട്ട് മഹാദേവന്റെ അടുത്തേക്ക് വന്ന പാർവതീ ദേവി ജഗത് പിതാവിനെ വന്ദിക്കാൻ പുത്രനോട് പറയാണ്. മോനെ, നീ അച്ഛനായിരിക്കുന്ന ജഗത് പിതാവിനെ വന്ദിക്കൂ എന്ന് പറഞ്ഞു. മാതൃകൽപ്പന അതുപോലെ കേട്ട മുരുകദേവൻ തന്റെ പിഞ്ചിളം കരമലങ്ങൾ കൂപ്പിക്കൊണ്ട്, ആ ഒരു ചെറിയ കൈകൾ കൂപ്പിക്കൊണ്ട് സർവേശ്വരനെ വന്ദിച്ചു. തൃക്കരങ്ങൾ കൊണ്ട് കുമാരനെ എടുത്ത്, രണ്ട് കൈകൾ കൊണ്ടും ഭഗവാൻ എന്ത് ചെയ്തു? ആ കുട്ടിയെ എടുത്തിട്ട് മഹാദേവൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിഞ്ചു ബാലകനെ അങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. മഹാദേവൻ തന്റെ മടിയിലിരുത്തി മഹാദേവൻ കുമാരനെ അനുഗ്രഹിക്കുകയാണ്. പാർവതീ ദേവി ഈശ്വര വാമഭാഗത്ത്, ഭഗവാന്റെ വാമഭാഗത്ത് ദേവിയും ഇരിക്കുകയാണ്. മഹാദേവന്റെ മടിയില് കുമാരനും ഇരിക്കുകയാണ്. മാതാവിന്റെയും പിതാവിന്റെയും നടുക്ക് തേജോമയനായിരിക്കുന്ന സ്കന്ദൻ ഇരിക്കുകയാണ്. അമ്മയുടെയും അച്ഛന്റെയും നടുക്കാണ് സ്കന്ദൻ ഇരിക്കുന്നത്. അങ്ങനെ ശ്രീ പരമേശ്വരൻ സോമസ്കന്ധമൂർത്തിയായി മാറുകയാണ്. സോമസ്കന്ധമൂർത്തിയായിട്ട് മഹാദേവൻ മാറുകയാണ്. ഉമാദേവിയുടെയും സ്കന്ദദേവനോടും കൂടി ദർശനം നൽകുന്ന ശ്രീ പരമേശ്വരനെ സ്കന്ദന്റെയും ഉമാദേവിയുടെയും പാർവതീ ദേവിയോടും കൂടി, സ്കന്ദദേവന്റെയും പാർവതീ ദേവിയോടും കൂടി മഹാദേവൻ ഇരിക്കുമ്പോ മഹാദേവൻ ആരായി മാറുകയാണ്? സോമസ്കന്ധമൂർത്തിയായിട്ടാണ് സ്തുതിക്കപ്പെടുന്നത്. അതായത് സുബ്രഹ്മണ്യ സ്വാമിയും പാർവതീ ദേവിയുടെയും കൂടെ മഹാദേവൻ ഉണ്ടെങ്കിൽ മഹാദേവന്റെ പേര് സോമസ്കന്ധമൂർത്തി എന്നാണ്. ലോകാംബികയായിരിക്കുന്ന ശ്രീ മഹേശ്വരിയുടെയും ലോകാധരമൂർത്തിയായിരിക്കുന്ന ശ്രീ മഹേശ്വരന്റെയും നടുക്ക് ശ്രീ കുമാരദേവൻ എഴുന്നള്ളിയിരിക്കുന്ന കാഴ്ച പകലിനും രാത്രിക്കും മധ്യേ സുന്ദര സായാഹ്നം പ്രത്യക്ഷപ്പെടുന്നത് പോലെ മനോഹരമായിരുന്നു. സന്ധ്യയ്ക്കൊരു പ്രത്യേക ഭംഗിയാണല്ലേ, അതുപോലെ മനോഹരമാണത്. ശിവമാകുന്ന സത്ത്, ശക്തിയാകുന്ന ചിത്ത്, മുരുകനാകുന്ന ആനന്ദം, സച്ചിദാനന്ദം. ശിവമാകുന്ന സത്ത്, ശക്തിയാകുന്ന ചിത്ത്, മുരുകനാകുന്ന ആനന്ദം, ഇതാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. ഇനി സച്ചിദാനന്ദം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ ഓർത്തിരിക്കണം. ശിവമാകുന്ന സത്ത്, ശക്തിയാകുന്ന ചിത്ത്, മുരുകനാകുന്ന ആനന്ദം, ഇതാണ് എന്ത് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്യമാകുന്ന സർവേശ്വരനും ബോധമാകുന്ന സർവേശ്വരിയും ആനന്ദമാകുന്ന ശ്രീ മുരുകനും സംഗമിക്കുന്ന മോക്ഷനിലയാണ് സച്ചിദാനന്ദം എന്ന് പറയുന്നത്. സത്യമാകുന്ന സർവേശ്വരൻ, അതായത് മഹാദേവൻ, ബോധമാകുന്ന സർവേശ്വരി ദേവി, ആനന്ദമാകുന്ന ശ്രീ മുരുകൻ, ഇത് മൂന്നും കൂടെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഒരുമിച്ചായി കഴിഞ്ഞാൽ അതൊരു മോക്ഷനിലയാണ്. ആ മോക്ഷനിലയാണ് സച്ചിദാനന്ദം എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. ഋഷഭവാഹനരൂഢനായിരിക്കുന്ന ശിവശക്തി കുമാരന്മാരെ ദർശിച്ചിട്ട് ശ്രീനാരായണനും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും സന്തോഷിക്കുകയാണ്. മഹാദേവനെയും ദേവിയെയും കുമാരനെയും ഒരുമിച്ച് കണ്ടപ്പോ ബ്രഹ്മദേവനും ഇന്ദ്രദേവനും മഹാവിഷ്ണുവിനൊക്കെ ഒരുപാട് സന്തോഷം. മൂന്നുപേരെ ഒരുമിച്ച് കണ്ടപ്പോ. അകലെ
കടലല പോലെ സന്നിധാനത്തിലും പിന്നിലും പാർശ്വഭാഗങ്ങളിലും കൂടി നിന്നിട്ട് ഒരുപാട് ദേവന്മാരെല്ലാം ഒരുമിച്ച് നിന്ന് അവരുടെ സന്തോഷം ഈശ്വരനാമങ്ങൾ പാടി 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 പ്രകടിപ്പിക്കുകയാണ്. കുമാരദേവ, ശൂരപത്മാസുരനാൽ പീഡിപ്പിക്കപ്പെട്ടു വരുന്ന അടിയങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് ദേവന്മാർ മനംനൊന്ത് മുരുകനോട് പ്രാർത്ഥിക്കുകയാണ്. കുമാരനോട് ദേവന്മാരെല്ലാം ചുറ്റിനും നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ശൂരപത്മാസുരൻ ഞങ്ങളെ വല്ലാതെ പീഡിപ്പിക്കുന്നുണ്ട്, ഞങ്ങളെ രക്ഷിക്കണേ കുമാരാന്ന്. അപ്പോ ശ്രീ പരമേശ്വര സന്നിധാനത്തിലെത്തിയ കാർത്തികമംഗമാരെ അറിയാലോ, ഭഗവാനെ വളർത്താൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവര്. അപ്പൊ പരമേശ്വരന്റെ സന്നിധാനത്തിലെത്തിയ കാർത്തികമംഗമാർ സർവേശ്വരനെയും സർവേശ്വരിയെയും ശ്രീ കുമാരനെയും തൊഴുതു നിന്ന് വണങ്ങുകയാണ് അവര്. കുമാരദേവന്റെ വളർത്തമ്മമാരായിരിക്കുന്ന അവരെ കടാക്ഷിച്ച് ശ്രീ പരമേശ്വരൻ ഒരു വാക്ക് പറഞ്ഞു അവരോട്. കാർത്തിക കന്യകമാർ വളർത്തിയതുകൊണ്ടാണ് ഭഗവാന് കാർത്തികേയൻ എന്ന പേര് ലഭിച്ചത്, അല്ലെ? അന്നേരം മഹാദേവൻ പറഞ്ഞു, കാർത്തികമംഗമാരെ, ശ്രീ കുമാരദേവനെ നിങ്ങൾ വളർത്തി ലാളിച്ചു വളർത്തിയത് കൊണ്ട് നിങ്ങളുടെ പുത്രൻ എന്ന് അദ്ദേഹത്തിന് പേര് വരും. അങ്ങനെ നിങ്ങളുടെ പുത്രൻ എന്ന് പറയുന്ന കാർത്തികമംഗമാരുടെ മകൻ എന്ന് പറയുന്ന കാർത്തികേയൻ എന്ന നാമത്തിൽ മുരുകൻ അറിയപ്പെടുന്നു പറഞ്ഞു. നിങ്ങളുടെ നാളായിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിൽ, അതായത് കാർത്തികമംഗമാരുടെ നാളെന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. ആ കാർത്തിക നക്ഷത്രത്തില് ശ്രീകുമാര തൃപ്പാദങ്ങൾ വന്ദിക്കുന്നവർക്ക് ഇഹപര സുഖങ്ങൾ ലഭിക്കുന്നതാണ്. കാർത്തിക നക്ഷത്രം വരുമ്പം മുരുകനെ ആരാണോ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ഇഹലോകത്തിലും പരലോകത്തിലും സുഖം ലഭിക്കുന്ന മഹാദേവൻ അരുളി ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിൽ മുരുകനെ പ്രാർത്ഥിക്കാൻ മറക്കണ്ട എല്ലാവരും. സ്നേഹവാത്സല്യത്തോടുകൂടി ഉമാദേവി എന്ത് ചെയ്തു? ശരവണപ്പൊയ്കയിൽ ഇറങ്ങിയിട്ട് കുമാരദേവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചപ്പോ മാതൃത്വ മഹിമയിൽ ദേവിയുടെ മാറിടത്തിൽ നിന്ന് ചുരന്ന പാല് ശരവണപ്പൊയ്കയിലെല്ലാം പതിച്ചിരുന്നു. ദേവി ശരവണപ്പൊയ്കയിൽ വന്നാണല്ലോ കുമാരനെ കണ്ടത്. അപ്പോ കുമാരനെ ഈ ശരവണപ്പൊയ്കയിൽ വെച്ച് ദേവി കണ്ട് ഭഗവാനെ എടുക്കാൻ വേണ്ടി ദേവി ഇങ്ങനെ ശരവണപ്പൊയ്കയിലേക്ക് ഇറങ്ങിയപ്പോ ദേവിയുടെ മാറിടത്തിൽ നിന്നും കുറെ മുലപ്പാൽ പുറത്തേക്ക് വന്നു. അതെല്ലാം ശരവണപ്പൊയ്കയിൽ പതിച്ചിട്ടുണ്ട്. ദിവ്യമായിരിക്കുന്ന ആ ജ്ഞാനപ്പാൽ ഭുജിച്ച 6 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ശരവണപ്പൊയ്കയില്. ദിവ്യമായിരിക്കുന്ന ആ പാല് കുടിച്ച 6 മത്സ്യങ്ങൾ ആ ശരവണപ്പൊയ്കയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ശരവണപ്പൊയ്കയിൽ ഉണ്ടായിരുന്ന 6 മത്സ്യങ്ങളും മുനികുമാരന്മാരായി ശിവപാർവതിമാരെ സ്തുതിച്ചു. ആ കാഴ്ചയില് ആശ്ചര്യം കൊണ്ട ശ്രീ പരമേശ്വരി പരമേശ്വരനോട് കാര്യം ചോദിച്ചു. എന്താ ഇത്, എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ദേവി ചോദിച്ചു, ദേവദേവ, ശരവണപ്പൊയ്കയിൽ മഹർഷി കുമാരന്മാരോ? നമ്മെ സ്തുതി ചെയ്യുന്ന അവര് ആരാ? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ചരാചര രഹസ്യങ്ങളെല്ലാം അറിയുന്ന ദേവി ശിവവചനങ്ങളിൽ കൂടി മഹാദേവന്റെ വാക്കുകളിൽ കൂടി വരുന്ന ആ മഹത്വങ്ങൾ ലോകം അറിയാൻ വേണ്ടി ഒന്നും അറിയാത്ത പോലെ ദേവി ചോദിക്കുകയാണ്, മഹാദേവ, ദേവദേവ, എന്താ ശരവണപ്പൊയ്കയില് മുനികുമാരന്മാര്? എനിക്ക് മനസ്സിലായില്ലേ ഇവർ ആരാണെന്ന്. മഹാദേവൻ പറഞ്ഞു, ദേവി, വസിഷ്ഠപുത്രനായിരിക്കുന്ന ശക്തി മഹർഷി യൗവന പ്രായത്തിൽ തന്നെ പരലോകത്തിലേക്ക് പോയി. അപ്പോൾ ഗർഭവതിയായിരിക്കുന്ന ശക്തി മഹർഷിയുടെ ഭാര്യ പ്രസവിച്ച പുത്രനാണ് പരാശരൻ. പരാശര മുനിക്ക് തപ്തർ, അനന്തർ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി. ആരൊക്കെയാണ്? തപ്തർ, അനന്തർ, നന്ദി, ചതുർമുഖൻ, ചക്രപാണി, മാലി എന്നു പേരായ 6 ആൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ ആൺകുട്ടികൾ കുളിച്ചു വന്നപ്പോ ബാലചേഷ്ടകളാൽ പെട്ട് മത്സ്യങ്ങൾ മരിക്കുന്നതിനിടയായി. ആ 6 കുട്ടികളും കൂടി ഈ പൊയ്കയിലൊക്കെ കുളിച്ചപ്പം അവരുടെ കുട്ടിക്കളിയല്ലേ, 6 മത്സ്യങ്ങൾ അവർ കാരണം മരിച്ചുപോയി. വിവരമറിഞ്ഞ പരാശര മുനി കോപിഷ്ഠനായി. മത്സ്യങ്ങളായി ഭവിക്കുമാറാകട്ടെ എന്ന് സ്വന്തം മക്കളെ അങ്ങ് ശപിച്ചു. കുറ്റം ചെറുതായിരുന്നു, ശിക്ഷ കഠിനമായിരുന്നു. ദേവി, തങ്കം അടിച്ചു നീട്ടിയെങ്കിൽ മാത്രമേ ആഭരണങ്ങളാവുകയുള്ളൂ, അല്ലെ? സ്വർണം അടിച്ചു പരത്തി നീട്ടിയെടുത്താലേ ആഭരണം ഉണ്ടാക്കാൻ പറ്റൂ. ശിക്ഷിക്കപ്പെടുന്നവർ മാത്രമേ സദ്ഗുണ സമ്പന്നരാവുകയുള്ളൂ. ആ തത്വമാണ് പരാശര മുനി ലോകത്തെ ബോധിപ്പിച്ചത്. മത്സ്യങ്ങളായി മാറിയ പരാശര കുമാരന്മാര് തങ്ങൾക്ക് എന്നാണ് ശാപമോചനം സിദ്ധിക്കുക, എന്നാണ് ശാപമോചനം ലഭിക്കുക എന്ന് ആരോട് ചോദിച്ചു? സ്വന്തം അച്ഛനോട് ചോദിച്ചു. ശരവണപ്പൊയ്കയിൽ ധ്യാനനിരതരായി കഴിയുക. അച്ഛൻ പറഞ്ഞു, നിങ്ങൾ ശരവണപ്പൊയ്കയില് ധ്യാനത്തോടു കൂടിയിരിക്കുക. മുരുകന്റെ അവതാരകാലത്ത് ശ്രീ പാർവതീദേവിയുടെ ജ്ഞാനപ്പാൽ രുചിക്കുന്നതിന് നിങ്ങൾക്ക് സൗഭാഗ്യം ലഭിക്കും. അപ്പോ നിങ്ങൾക്ക് ശാപമോചനവും ലഭിക്കുന്നു പറഞ്ഞു. ഗുണപാഠങ്ങൾ തികഞ്ഞ കുമാരന്മാരുടെ കഥ ഭഗവാൻ ദേവിയെ പറഞ്ഞു കേൾപ്പിച്ചു.
പരാശര മുനി കുമാരന്മാർ ശ്രീ പാർവതീ പരമേശ്വരന്മാരെയും കുമാരദേവനെയും മനസ്സുരുകി പ്രാർത്ഥിച്ചു. പ്രാർത്ഥനകൾ ചെവിക്കൊണ്ട് കരുണാർദ്രനായിരിക്കുന്ന ശ്രീ പരമേശ്വരൻ മുനികുമാരന്മാരെ അനുഗ്രഹിച്ചു. പരാശര മുനിയുടെ 6 മക്കളെയും അനുഗ്രഹിച്ചു. മഹാദേവൻ പറഞ്ഞു, മുനികുമാരന്മാരെ, തിരുപ്പരൻ കുന്ന് എന്നറിയപ്പെടുന്ന മലയിൽ ചെന്ന് നിങ്ങൾ തപസ്സനുഷ്ഠിക്കൂ. തിരുപ്പരൻ കുന്ന് എന്ന് പറയുന്ന മലയിൽ പോയി നിങ്ങൾ തപസ് ചെയ്യൂ. നമ്മുടെ കുമാരൻ അധികം വൈകാതെ അവിടെ വരും. അപ്പോ നിങ്ങൾക്ക് ദർശനവും മോക്ഷവും എല്ലാം ലഭിക്കും. ഭഗവാന്റെ വാക്ക് കേട്ട് സന്തോഷത്തോടു കൂടി പരാശര മുനിയുടെ മക്കൾ എന്ത് ചെയ്തു? തിരുപ്പരൻ കുന്ന് എന്ന് പറയുന്ന മലയിലേക്ക് പോയി. കാർത്തിക മംഗമാരും ശ്രീ വിഷ്ണു, ബ്രഹ്മദേവൻ, ഇന്ദ്രാദി ദേവന്മാർക്കും എല്ലാവർക്കും വിട നൽകി. ശരി, എല്ലാവരും പോയിട്ട് വരൂ എന്ന് പറഞ്ഞു. സർവേശ്വരൻ എന്ത് ചെയ്ത്? പാർവതീ സ്കന്ദ സമേതനായിട്ട് കൈലാസാദ്രിയിലിരുന്നു. പാർവതീ ദേവിയോടും കൂടി സ്കന്ദനോടും കൂടി കൈലാസത്തിൽ ഇരിക്കുകയാണ്. ഋഷഭ വാഹനത്തിൽ നിന്നിറങ്ങി ദേവൻ പാർവതീ ദേവിയോടും ശ്രീകുമാരനോടും കൂടി സുവർണക്ഷേത്രത്തിൽ പ്രവേശിച്ച് രത്നസിംഹാസനത്തിൽ ഇരുന്നു. അതായത് നമ്മുടെ കൈലാസത്തിലേക്ക് കയറി അവിടെ ഇരുന്നു. നവവീരന്മാരും അവരുടെ സഹായികളായ ലക്ഷം ലക്ഷം വീരൻ കുമാരൻ ദേവന്റെ കൽപ്പനയും കാത്ത് ഈശ്വരനെ ധ്യാനിച്ചിരുന്നു. നവകുമാരന്മാരും അതുപോലെ ലക്ഷം വീരന്മാരും ഭഗവാൻ എന്താണോ കൽപ്പിക്കുന്നത് എന്ന് കാത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. കുമാരൻ ലീലകൾ 10 ആവാറായില്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് നാളെ എടുക്കാം. ഓക്കെ, ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ കഥ? നമുക്കൊരു സാറ്റർഡേ സൺഡേ ഒക്കെ വരുമ്പോൾ കുറച്ചധികം എടുക്കാം. അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും നേരത്തെ കിടന്നുറങ്ങുക. കുറെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മറന്നുപോകും. കുറച്ച് കേൾക്കുമ്പം ഓർമ്മയിൽ നിൽക്കും. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഹാപ്പി ആണോ? സ്കന്ദപുരാണം ഇൻട്രസ്റ്റിംഗ് ആണോ? ഇൻട്രസ്റ്റിംഗ് ആണോ സ്കന്ദപുരാണം? കാത്തിരിക്കാറുണ്ടോ ക്ലാസ്സിന് സ്കന്ദപുരാണത്തിന്റെ? ഓ, അബിതയെ എന്നെ വിളിക്കാൻ പറ്റിയില്ല. അബിത ക്ഷമിക്കണം, നാളെ വിളിക്കാം കേട്ടോ. പറയൂ, സ്കന്ദപുരാണം ഇഷ്ടാണോ? സ്കന്ദപുരാണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഓക്കെ, ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് നെറ്റിനും ചെറിയൊരു ഇഷ്ടപ്പെട്ടു. നല്ല ക്ലാസ് കാണാൻ. നെറ്റിന്റെ ചെറിയൊരു ഇഷ്യൂയും കൂടെ ഉണ്ടെന്ന്. ഓക്കെ പ്രമീള മാതാജി. അപ്പൊ നമുക്ക് നാളെ കേൾക്കാം അടുത്ത ക്ലാസ്. ഇഷ്ടപ്പെട്ടു, ഹാപ്പി. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. ഹര ഹര മഹാദേവ്. അപ്പൊ നമുക്ക് ക്ലാസ് ഇനി നാളെ കാണാം. ഓക്കെ, മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇനി നാളത്തെ ക്ലാസ്സിൽ കാണാം. ഹരേ കൃഷ്ണ. ഹാപ്പിയാണ് മാതാജി, കണ്ണൻ. ഇഷ്ടപ്പെട്ടു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും സമാധാനത്തോടെയും സന്തോഷത്തോടും കൂടി ഇരിക്കുക. ഗുരുവായൂരപ്പന്റെ കാരുണ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. വേദയാണല്ലേ? സൺഡേ ക്ലാസ് ഉണ്ട് കേട്ടോ, മറക്കരുത്. നമുക്ക് കുട്ടികൾക്കായിട്ട് ഗുരുകുലം ക്ലാസ് റൺ ചെയ്യുന്നുണ്ട്. വേദ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഗുരുകുലം ക്ലാസ്സിലേക്ക് ആർക്കെങ്കിലും ഇനി ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ആഴ്ചയും കൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. പക്ഷെ കമ്പൽസറി ആയിട്ട് ക്ലാസ്സിൽ വരണം. ഞായറാഴ്ച വൈകുന്നേരം 4 മുതൽ 6 വരെ ആയിരിക്കും ക്ലാസ്. ഇനി എന്തെങ്കിലും എനിക്ക് ഒരു യാത്രകളോ മറ്റങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ചേഞ്ചസ് വരുന്നേ ഉള്ളൂ. മിക്കവാറും ഈ ഞായറാഴ്ചത്തെ ക്ലാസ് എനിക്ക് തോന്നുന്നു ശനിയാഴ്ചയായിരിക്കും. എനിക്ക് സൺഡേ ഒരു ചെറിയൊരു യാത്രയുണ്ട്. അപ്പം ശനിയാഴ്ച ആയിരിക്കും മിക്കവാറും ക്ലാസ്. അത് ഗ്രൂപ്പിൽ അറിയിക്കും. ഓക്കെ, ഹരേ കൃഷ്ണ.